അഷ്ടമുടി കായൽ എല്ലാവർക്കും പരിചിതമായ ലോകം മുഴുവൻ പ്രസിദ്ധമായ അഷ്ടമുടി കായലിൻ്റെ തീരത്താണ് ഞങ്ങളിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. മീൻപിടുത്തക്കാരാണ് നമ്മുടെ ഫ്രണ്ടിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. എന്താണ് നിങ്ങൾ ഇപ്പോൾ കിട്ടുന്ന സുലഭമായി കിട്ടുന്ന മീൻ ഏതാണ്? ഇപ്പോൾ സുലഭമായി കിട്ടുന്നത് ഞണ്ട്, കരിമീൻ, തേട്, കണമ്പ്, പാര എല്ലാം കിട്ടും. പിന്നെ ടൈഗർ, ഇതൊക്കെയാണ് ഇപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? ഈ അഷ്ടമുടിക്കായലിലെ മീൻ ഒരു പ്രത്യേക രുചി ഉള്ളതായിട്ട് ലോകം മുഴുവൻ ഉള്ള പ്രസിദ്ധമായ മീനാണ്. ഏറ്റവും നല്ല മീൻ അങ്ങനെയാണ് പറയുന്നത്. വെള്ളമാണ് കടലിൽ നിന്ന് നേരിട്ട് കയറുന്ന വെള്ളമാണ്. അഴുക്കില്ല, ടൂറിസത്തിന്റെ കുഴപ്പമില്ല, അതുകൊണ്ട് വെള്ളം ശുദ്ധമാണ്. അതെ 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 അങ്ങനെ അങ്ങനെയൊക്കെ പ്രത്യേകതയുണ്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാ കായലിനേക്കായും നല്ല ടേസ്റ്റ് നിലവാരമുള്ള. അതെ അതെ അതെ. അതുകൊണ്ട് മീന് വില കൂടുവോ? മീന് ഇവിടുത്തെ മീൻ 1 കിലോ കരിമീൻ മേടിക്കണമെങ്കിൽ 700 രൂപ വിലയാണ്. ഞണ്ടാകുമ്പോൾ കറിക്കുള്ള ഞണ്ടാകുമ്പോൾ 500 രൂപ വില. പിന്നെ അതിന് കൂടിയ 3000 രൂപ താപ്പോട്ടാണ് വില. പക്ഷേ നമുക്കുള്ള കറിയുണ്ട് 500 രൂപയാണ്. ശരി ശരി. ഇതുകൊണ്ടൊക്കെ നിങ്ങൾക്ക് ജീവിച്ചു പോകാൻ പറ്റുന്നുണ്ടോ? കട്ടിച്ച് ജീവിച്ചു പോകുന്നു. അതെ. ഏത് സമയത്താണ്? രാവിലെ അതിരാവിലെ ഇറങ്ങുമോ മീൻ പിടുത്തത്തിന്? അതോ സന്ധ്യക്ക് ഇറങ്ങി വെളുക്കുന്ന വരെ ജോലി ചെയ്യും. അങ്ങനെയാണല്ലേ? സന്ധ്യക്ക് 4 മണിക്ക് കായലിൽ വന്ന് ജോലി ചെയ്ത് രാവിലെ 8 മണിയാകുമ്പോൾ തിരിച്ചു പോകും. രാത്രി മൊത്തമുള്ള അധ്വാനം. എത്ര കാലമായി നിങ്ങൾ ഈ രംഗത്ത് വന്നിട്ട്? മീൻ 40 വർഷമാവും. 40 വർഷമായിട്ട് അല്ലേ? ഈ ടൂറിസത്തിന്റെ ഏറ്റവും പേരുകെട്ട സ്ഥലമാണ് അഷ്ടമുടിക്കായൽ. ടൂറിസ്റ്റുകൾ കിഴക്കൻ മേഖല. അതെ. കാരണം നമ്മൾ നിൽക്കുന്നത് യെസുവളവും. ഓക്കെ ഓക്കെ. പിന്നെ ഈ അഷ്ടമുടിക്കായലിനെ കുറിച്ച് അശുദ്ധമാവുന്നു എന്നൊക്കെ ഉണ്ടായിരുന്നല്ലോ. അത് പ്ലാസ്റ്റിക് മാലിന്യം, അതെ, കരയ്ക്ക് തള്ളുന്ന പലതരത്തിലുള്ള മാലിന്യങ്ങൾ, ഇതുകൊണ്ടാണ് കോഴി വേസ്റ്റ്, ഇതൊക്കെയാണ് കായൽ ചീത്തയായിക്കൊണ്ടിരിക്കുന്നത്. കൂടെയുള്ള നഞ്ചുകലക്ക് എല്ലാം കായലിന്റെ ഉൽപാദനത്തെ ബാധിക്കുന്നു. ഇപ്പം അതിനെതിരെ എന്തെങ്കിലും നടപടികളൊക്കെ ഗവൺമെന്റ് എടുക്കുന്നുണ്ടോ? ഗവൺമെന്റ് അതിനെതിരെ അന്വേഷണമൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിൽ ഒന്നും വിജയകരമായിട്ടില്ല ഇതുവരെ. ശരി ശരി. എങ്കിലും പരിശുദ്ധമായ വെള്ളമാണ് ഇവിടുന്ന് പറയുന്നത്. അഷ്ടമുടിക്കായലിലെ വെള്ളമാണ് പരിശുദ്ധം എന്ന് പറയാറുണ്ട്. ഇപ്പം നമ്മൾ തന്നെ അത് അഴുക്കാക്കുന്നു. അതെ 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 അതെ. പിന്നെ ഹൗസ് ബോട്ടും ധാരാളം ഉണ്ടല്ലേ? ഹൗസ് ബോട്ടുണ്ട്, അല്ലാതുള്ള ചെറുതരം വള്ളങ്ങളുണ്ട്. അതിന്റെ മാലിന്യം വേറെ. അതിന്റെ മാലിന്യം ഇവിടെ ഹൗസ് ബോട്ട് കുറവാണ്. എണ്ണാവുന്ന ഹൗസ് ബോട്ടുകളേ ഉള്ളൂ. അത് ഹൗസ് ബോട്ടല്ല, ശിങ്കാരി വെള്ളം എന്ന് പറയും, ചെറിയ വെള്ളങ്ങൾ, അത്തരം വെള്ളം. അതിൽ നിന്ന് വലുതായിട്ട് വേസ്റ്റ് ഒന്നും ഇല്ല. നമ്മുടെ ഈ അഷ്ടമുടിക്കായലിനെ കുറിച്ച് നല്ലൊരു സിനിമാ ഗാനമുണ്ട്. അഷ്ടമുടിക്കായലിലെ എന്ന് തുടങ്ങുന്ന വരികളാണ്. അത് എല്ലാവർക്കും സുപരിചിതമാണെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ പേര് നിർമ്മല. ഞാൻ ഈ അഷ്ടമുടിക്കായൽ, അതായത് മൺട്രോത്തുരുത്തിൽ എസ് വളവിൽ 45 വർഷത്തോളമായി താമസിച്ചു വരുന്ന ഒരു വ്യക്തിയാണ്. ഇവിടുത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നല്ല പ്രകൃതി രമണീയതയുള്ള സ്ഥലമാണ്. ഇവിടെ കണ്ടൽക്കാടുകളാൽ സമൃദ്ധമാണ്. അതുപോലെ മത്സ്യസമ്പത്ത് കൊണ്ട് സമ്പുഷ്ടമാണ്. നിരവധി ആൾക്കാർ ഈ കായൽ കൊണ്ട് മത്സ്യബന്ധനം നടത്തിയും മറ്റ് വിനോദസഞ്ചാരങ്ങൾ നടത്തിയും ജീവിച്ചു വരികയാണ്. അങ്ങനെയുള്ള ഈ കായലിൽ 6 മാസം നല്ല കടുത്ത ഉപ്പായിരിക്കും, 6 മാസം നന്മെള്ളമായിരിക്കും. അതായത് മഴ സീസൺ ആകുമ്പോൾ നന്മെള്ളമാകും. അപ്പോൾ ഉപ്പിൻ്റെ കാഠിന്യം കുറയും. പിന്നെ ഇത് നമുക്ക് ഉപയോഗിക്കാൻ, പാചകം ചെയ്യാനും ഒന്നും പറ്റില്ല എന്നേ ഉള്ളൂ. ബാക്കി സമയങ്ങളിലെല്ലാം വിനോദസഞ്ചാരികൾക്ക് സ്വിമ്മിങ്ങിനും അതുപോലെ തന്നെ വിനോദസഞ്ചാരം നടത്താനും നിരവധി ആൾക്കാർ വള്ളവൂന്നിയും ബോട്ട് സർവീസ് നടത്തിയും മറ്റ് പെഡൽ ബോട്ട്, കയാക്ക് ഇങ്ങനെയൊക്കെയുള്ള വസ്തുക്കൾ ഇവിടെയുണ്ട്. അതിനകത്ത് കൊട്ടവഞ്ചി, ഇതിലെല്ലാം വിനോദസഞ്ചാരത്തിനായി ഫോറിൻ കൺട്രീസിൽ നിന്നും മറ്റ് നമ്മുടെ ഇന്ത്യക്കകത്ത് നിന്നും ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും നിരവധി ആൾക്കാർ വന്ന് സന്തോഷമായി അവർ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു പോകുന്നുണ്ട്. അതിനേക്കാൾ മത്സ്യസമ്പത്തുണ്ട് ഇതിനകത്ത്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ആഴത്തിൻ്റെ സ്ഥാനത്തിൽ 3-ാം സ്ഥാനം അഷ്ടമുടിക്കായലിനുണ്ട്. എന്നിരുന്നാൽ പോലും ഇതിൻ്റെ തീരപ്രദേശങ്ങൾ
പ്രദേശങ്ങളിൽ വിനോദസഞ്ചാരം നടത്തുന്ന സ്ഥലങ്ങളിലെല്ലാം ആഴക്കുറവാണ്. നമ്മൾ ഏതാണ്ട് ചെസ്റ്റിൻ്റെ മുകളിൽ വരുന്ന ഹൈറ്റിലെ എത്ര ഉള്ളിലോട്ട് പോയാലും ഇവിടെ വെള്ളമുള്ളൂ. അതിൻ്റെ ഏറ്റവും ഉള്ളിൽ പുറത്ത് പോയാലേ ഇവിടെ ആഴം കൂടുതലായിട്ട് വരുന്നുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ 2 ഐലൻഡുകളുണ്ട്. അത് വിനോദസഞ്ചാരികൾക്ക് വളരെ കൗതുകം ഏറുന്ന ഒരു കാഴ്ചയാണ്. അതുപോലെ ദേശാടന പക്ഷികൾ ഇവിടെ വന്ന് ചേക്കേറുകയും കൂടുകൂട്ടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ കണ്ടലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കണ്ടൽ കാടുകൾ നമ്മളെ സുനാമിയിൽ നിന്ന് സംരക്ഷിക്കുന്നുണ്ട്. പ്രകൃതിക്കൊരു സമ്പത്ത് തന്നെ എടുത്തു പറയേണ്ട ഒരു സമ്പത്താണ് ഇവിടുത്തെ കണ്ടൽക്കാട്. അതായത് കൊച്ചു കൊച്ചു മാംഗ്രോവ്സിൻ്റെ ഇടയിലൂടെ വിനോദസഞ്ചാരം നടത്താൻ ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ പ്രകൃതിയുടെ നിലനിൽപ്പിനെ താങ്ങി നിർത്തുന്നത് ഈ മരങ്ങളാണെന്ന് തന്നെ പറയാൻ പറ്റും. 100% അങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെ ഈ മരത്തിൻ്റെ വേരിനടിയിലാണ് മീനുകളെല്ലാം വന്ന് മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിക്കുന്നതും അവരെ സംരക്ഷിക്കുന്നതും. അങ്ങനെ എന്തുകൊണ്ടും നല്ല ഒരു ഇതാണ് ഈ അഷ്ടമുടി കായലെന്ന് പറഞ്ഞാൽ. അഷ്ടമുടി കായലിൻ്റെ തീരത്ത് നല്ല കാറ്റും നല്ല ശുദ്ധവായു, അതായത് ഒരു പൊല്യൂഷനും ഇല്ല. ഇതിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോയാൽ പുകയുടെ മാലിന്യമോ മറ്റ് യാതൊന്നുമില്ല. നല്ല പ്യുവർ ഓക്സിജൻ സ്വീകരിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ മൺട്രോ ഡ്രൈവിൽ ഒരു മാംഗ്രോ ആർച്ചുണ്ട്. ഈ ആർച്ചിനെ ഇവിടെ മൺട്രോ ഗേറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഇതിൻ്റെ ഉള്ളിൽ പോയാൽ നല്ല ശീതളമായ കാറ്റ് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ പെഡൽ ബോട്ടിലൊക്കെ പോണ ഒരു കളകള ശബ്ദവും എല്ലാം നമുക്ക് കേൾക്കാൻ പറ്റും. അവിടുത്തെ തണുപ്പിൽ ആർക്കും അവിടെ നിന്ന് തിരിച്ചു പോരാനേ തോന്നാത്ത ഒരു അവസ്ഥയാണ്. അത്രയ്ക്ക് മനോഹരമായോ പ്രകൃതി രമണീയമായ ഒരു കാഴ്ചയാണ് നമുക്ക് വേണ്ടിയിട്ട് ഈ വിനോദസഞ്ചാരികൾക്കും പരിസരവാസികൾക്കും വേണ്ടി അഷ്ടമുടി കായൽ ഒരുക്കിയിരിക്കുന്നത്. എന്നാൽ മഴക്കാലമാകുമ്പോൾ ഇവിടെയുള്ളവരാരും ഒരു അഴുക്ക് മാലിന്യ വസ്തുക്കളും ഈ കായലിലേക്ക് ഇടാറില്ല. എന്നാൽ മഴക്കാലമാകുമ്പോൾ ഡാമിൽ നിന്ന് വെള്ളം വരുന്നതിനോടനുസരിച്ച് പല സ്ഥലങ്ങളിൽ നിന്നും വേസ്റ്റുകളും മറ്റു കുപ്പികളും എല്ലാം ഒഴുകി നടക്കുന്നുണ്ട്. അതൊരു സങ്കടകരമായ കാഴ്ചയാണ്. അതൊന്ന് അധികാരികൾ ശ്രദ്ധയിൽപ്പെടുത്തി അതിനെന്തെങ്കിലും ഒരു മാർഗം കൂടെ ചെയ്തു തന്നാൽ വളരെ ഉപകാരമായിരിക്കും. അഷ്ടമുടി കായലിന് കുറുകെ ഒരു പെരുമൺ പാലമുണ്ട്. പെരുമൺ ദുരന്തം നടന്ന പാലമാണ്. അതിൻ്റെ കാഴ്ച കായൽ വ്യൂവിൽ നിന്ന് നോക്കുമ്പോൾ ആ പാലം കാണാൻ വളരെ മനോഹരമായിരിക്കും. അതുപോലെ തന്നെയാണ് ഇവിടെ കുതിരമുനമ്പ് എന്ന് പറയുന്ന ഒരു തുരുത്ത് കായലിൻ്റെ നടുവിലായിട്ടുണ്ട്. അത് ഏകദേശം കരയിൽ നിന്നും 4 സൈഡിൽ കൂടെയും പോയാൽ ഏതാണ്ട് ഒരു 5 കിലോമീറ്ററോളം ചുറ്റളവ് സഞ്ചരിച്ച് മാത്രമേ ഈ തുരുത്തിനകത്ത് ചെന്ന് കയറാൻ പറ്റുള്ളൂ. ഇതിനേക്കാളൊക്കെ ഗംഭീരമായിട്ടുള്ളത് മൺട്രോ തുരുത്തിലുള്ളതെന്ന് വെച്ചാൽ അഷ്ടമുടി കായലിൻ്റെ നടുക്കായിട്ട് പള്ളിയാന്തുരുത്ത് എന്ന് പറയുന്ന ഐലൻഡാണ്. ഇത് ഏകദേശം ഒരു 10-25 ഏക്കറോളം വസ്തുവുണ്ട്. ഇതിൽ നല്ല പുൽത്തകിടിയും മറ്റ് പ്രകൃതി രമണീയത മാത്രം അതിനകത്തുണ്ട്. അതിൻ്റെ ഉള്ളിലായിട്ട് നടുക്കൊരു ശുദ്ധജലം കിട്ടുന്ന ഒരു കിണറുണ്ട്, ഒരു വെൽ. അത് നല്ല മധുരജലം പോലെയാണ്. ഈ ഉപ്പുവെള്ളത്തിലും ഈ ഐലൻഡിനകത്ത് നല്ല ശുദ്ധമായ ജലം കിട്ടുന്ന കിണറുണ്ട്. പിന്നെ അഷ്ടമുടി കായലിൻ്റെ തീരത്തായിട്ട് മൺട്രോ സാഹിബ് സ്ഥാപിച്ച ഒരു ക്രിസ്ത്യൻ ചർച്ചുണ്ട്. ഇത് വർഷങ്ങൾക്ക് മുൻപ് സ്ഥാപിച്ച പഴമയിൽ തന്നെ ഇന്നും നിലനിന്നു പോകുന്ന ഒരു ചർച്ചാണ്. മൺട്രോ സാഹിബ് ഇവിടെ വരുമ്പോൾ അധികം ആ പള്ളി സ്ഥാപിച്ച സ്ഥലത്തിന് പരിസരത്തായി ഹിന്ദുക്കൾ മാത്രമാണ്. അന്നു മുതൽ ഇന്ന് വരെ ആ പള്ളിയിലെ കാര്യങ്ങളെല്ലാം പ്രധാനമായിട്ട് നോക്കുന്നത് ഹിന്ദുക്കളാണ്. പിന്നെ ഒരു ക്രിസ്ത്യൻ ഫാമിലി മാത്രമേ ഉള്ളൂ. അഷ്ടമുടി കായലിൻ്റെ അക്കരയിൽ നിന്ന് ആണ് പിന്നെ ക്രിസ്ത്യൻ ചർച്ചും ക്രിസ്ത്യാനികളും ഉള്ളത്. അവർ വർഷത്തിലൊരിക്കൽ വന്ന് ഈ പള്ളിയിൽ പൂജ നടത്തും. ഇവിടെ നല്ല പ്രാർത്ഥനയും വിശ്വാസവും എല്ലാം ഉള്ള ഇവിടെ വരുന്ന സഞ്ചാരികളെല്ലാം ഈ പള്ളി സന്ദർശിക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ മൺട്രോ തുരുത്തിൽ നിന്ന് 6 കണക്ട് ചെയ്യുക, അഷ്ടമുടി കായലും 6 മൺട്രോ സാഹിബാണ് കണക്ട് ചെയ്ത് ഒരു തോട് വെട്ടിയിട്ടുണ്ടായിരുന്നു. അത് ബോട്ട് സർവീസ് നടത്താൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ മൺട്രോ സാഹിബാണ് ഇവിടെ ആദ്യമായി കപ്പൽ സർവീസ് നടത്തിയിട്ടുള്ളത്. അങ്ങനെയാണ് ഇതിന് അതുപോലെ ഈ അഷ്ടമുടി കായലിൻ്റെ ഒരു സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൊടുവിള, ശിങ്കാരപ്പള്ളി, കുമ്പളം, കാഞ്ഞിരക്കോട്, നാന്തിരിക്കൽ, പടപ്പക്കര, വെള്ളിമൺ, കൊല്ലം എന്നീ പറയുന്ന സ്ഥലങ്ങളെല്ലാം കാണാൻ പറ്റും. അത്രയ്ക്ക് നല്ലൊരു വ്യൂ ആണ് അത്. അഷ്ടമുടി കായലിൻ്റെ തീരത്തുള്ള മൺട്രോ തുരുത്തിൽ എസ് വളവിൽ അകത്തോട്ട് വരുന്ന പാലത്തിൽ നിന്ന് നോക്കിയാലാണ് ഈ സ്ഥലങ്ങളെല്ലാം കാണാൻ പറ്റുന്നത്. പിന്നെ ഈ അഷ്ടമുടി കായൽ ശാന്തമാണ് എങ്കിൽ പോലും ചില സമയങ്ങളിൽ ഇത് നല്ല തിരമാലകൾ ഇങ്ങനെ അടിച്ചു വരും. അത് പ്രകൃതിയുടെ വ്യത്യാസത്തിനനുസരിച്ചാണ്. പക്ഷേ ഇന്ന് വരെയും ആ തിരമാലകൾ കൊണ്ടോ ഈ അഷ്ടമുടി കായലിൽ വെള്ളം പെരുകുന്നത് കൊണ്ടോ ജനങ്ങൾക്കോ പരിസരത്ത് താമസിക്കുന്ന കുടുംബങ്ങൾക്കോ ഒരു നാശനഷ്ടങ്ങളും വലുതായിട്ട് ഉണ്ടാക്കിയിട്ടില്ല. അത്രയ്ക്ക് അഷ്ടമുടി കായലിനെ ഇവിടെയുള്ള മൺട്രോ തുരുത്ത് നിവാസികൾ സ്നേഹിക്കുന്നത് പോലെ അഷ്ടമുടി കായലും ഈ ജനങ്ങളെ സ്നേഹിക്കുന്നുണ്ട്.